നമസ്കാരം. പതിരും കതിരും. വില്യം ഷേക്സ്പിയർ തൻ്റെ എതിരാളിയോട് ഇങ്ങനെ പറഞ്ഞു: ഒരായുധത്തിനും കണ്ഠകോടാലിക്ക് പോലും നിന്റെ മിനുസമേറിയ അസൂയയുടെ പകുതി മൂർച്ച പോലും കാണുകയില്ല. ഇങ്ങനെ മിനുസമേറിയ അസൂയ കൊണ്ട് എതിരാളികളുടെ കഴുത്ത് മുറിക്കാൻ നടക്കുന്ന കുറേ CPM നേതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ സമരായുധം വാളല്ല, നാക്കാണ്. ആ നാക്കു നനച്ച് അവർ ചുറ്റിനും വീശി വെറുതെ നാറ്റിച്ചു കൊണ്ടേയിരിക്കും. SFIക്കാർ മുതൽ PB നേതാവ് വരെ ഇത്തരക്കാരായിരിക്കും. എതിരാളിക്ക് നേരെ പ്രയോഗിക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോഴും പ്രതികരിക്കാൻ വാക്കുകൾ കിട്ടാതെ തപ്പി തടയുമ്പോഴും മിനുസമേറിയ അസൂയ കാരണം അവർ എന്തും പറഞ്ഞെന്നിരിക്കും. പിള്ളയെ ഓങ്ങി തള്ളയെ തല്ലുക എന്നതാണ് ഇവരുടെ നയം. തങ്ങൾ അരക്കിട്ടുറപ്പിച്ച സിംഹാസനം ആടുന്നത് കാണുമ്പോൾ അസൂയാലുക്കളായ ഇവർക്ക് സഹിക്കുന്നില്ല. പാലക്കാട്ടെ നേതാക്കളായ AK ബാലൻ മുതൽ കൃഷ്ണദാസും ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും വരെ നാക്കിനെ കണ്ഠകോടാലിയാക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. എല്ലില്ലാത്ത നാവുകൊണ്ട് വിപ്ലവം ജയിക്കാനിറങ്ങിയ ഈ നേതാക്കളൊക്കെ ആരെപ്പറ്റിയും എന്തും പറഞ്ഞെന്നിരിക്കും. കഴുതപ്പുലികളെപ്പോലെ ചുറ്റിനും നിന്ന് ആക്രമിച്ചാൽ ഏത് മൃഗരാജനും വീണുപോകുമെന്ന് ഇവർക്കറിയാം. ഒരാൾ വാലിൽ കടിക്കുമ്പോൾ മറ്റവൻ പൂഞ്ചിക്ക് കടിക്കും, കണ്ടു നിൽക്കുന്നവൻ കാലിന് കടിക്കും. ഇതാണ് നയം. അടൂരിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പാലക്കാട്ട് വന്ന് നേടിയ ഞെട്ടിക്കുന്ന വിജയം ഈ നേതാക്കളെ ചില്ലറയല്ല അലോസരപ്പെടുത്തുന്നത്. സ്വന്തം കാൽക്കീഴിലെ മണ്ണൊലിച്ച് ഇടതുപക്ഷം ഇടിമണലിൽ നിന്നും ഇടിമണലിലേക്ക് താഴുകയാണെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. അപവാദ കഥകൾ പ്രചരിപ്പിച്ച് നാണക്കേടിൻ്റെ ഓടയിലിട്ട് വലിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ഇവർ കരുതിയെങ്കിലും അയാൾ വീണ്ടും എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത് ഇവരെ ചില്ലറയല്ല വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട്ട് കാലുകുത്തിയാൽ തലവെട്ടുമെന്ന് പറഞ്ഞ CPMകാരും DYFIക്കാരും ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് നാറ്റിച്ച് പുതിയ തന്ത്രം മെനയുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് പ്രത്യക്ഷ സമരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രാഹുലിനെതിരെ മുന്നറിയിപ്പ് നൽകി സൈക്കിൾ ജാഥയ്ക്കിറങ്ങിയ DYFIക്കാർ പെട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ട്രോളർമാർ തിരിച്ചടിക്കാനുള്ള ആയുധമാക്കിയതോടെ അണ്ണാക്കിൽ പൊതിച്ചോറ് തിരികെ നടക്കേണ്ട ഗതികേടിലായി അവർ. തിരിച്ചറിവും വിവേകവുമുള്ള മനുഷ്യർ ഈ കെണിയിലൊന്നും വീഴാതെ രാഹുലിനെ വീണ്ടും ചേർത്ത് പിടിച്ചു തുടങ്ങി. CPMൻ്റെ ഈ രാഷ്ട്രീയ ഉടായ്പ എത്രയോ കാലം കൊണ്ട് കാണുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അയ്യയ്യേ നാണക്കേട്, നാറ്റം, ജീർണത എന്ന് പറഞ്ഞ് നടക്കുകയാണ് മുഴുത്ത സഖാക്കൾ. നാറ്റം സഹിക്കാൻ കഴിയാതെ മൂക്ക് പൊത്തുന്നതിനിടയിൽ അതാ ജില്ലാ സെക്രട്ടറി മറ്റൊരു മിണ്ണത്തരവുമായി ഇറങ്ങിയിരിക്കുന്നു. രാഹുലിനെ തകർക്കാൻ കഴിയില്ലെന്നും തടയാൻ കഴിയില്ലെന്നും വന്നതോടെ ഷാഫിയെ ഹെഡ്മാസ്റ്ററാക്കി അപമാനിക്കുകയാണ്. രാഹുലിനെ തള്ളിപ്പറയാൻ ഷാഫിയെ വെല്ലുവിളിക്കുകയാണ് നിലവാരം 7 അയലത്തുകൂടി പോയിട്ടില്ലാത്ത സുരേഷ് ബാബു എന്ന ജില്ലാ സെക്രട്ടറി. ഇവരുടെ വഴിപിഴച്ച ഏതെങ്കിലും നേതാവിനെ പരസ്യമായി തള്ളിപ്പറയാൻ ഈ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഇന്ന് വരെ കഴകത്തുണ്ടായിട്ടുണ്ടോ? ഷാഫിയും രാഹുലും തമ്മിൽ കൂട്ടുകൃഷിയാണത്രേ. പാലക്കാട്ടെന്താ പരുത്തി കൃഷിയുണ്ടോ അതോ പൊക്കാളിയാണോ? ഭംഗിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഷാഫി അവരെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പടിക്കാൻ വിളിക്കുകയാണ് പോലും. അധിക്ഷേപമെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ് ഞാൻ പേര് പറഞ്ഞിട്ടില്ലെന്ന്. അടൂരിൽ നിന്നും അയാളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ജയിപ്പിച്ച ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോഴേ കാര്യമെല്ലാവർക്കും മനസ്സിലായി. മാത്രവുമല്ല, ശിവൻകുട്ടി മാമൻ ഈ ഡയലോഗ് നേരത്തെ ബോർഡിൽ എഴുതിയതുമാണ്. ഇത്രയും കാലം പാലക്കാട്ടെ ജനഹൃദയങ്ങളിൽ മുങ്ങിത്തപ്പി മുത്തും പവിഴവും വാരിയ ഈ കൂനാമൂച്ചി കമ്മികൾക്ക് കഴിഞ്ഞില്ല പാലക്കാട് പിടിച്ചെടുക്കാൻ. ഒറ്റ രാത്രി കൊണ്ട് കാലുമാറി വന്ന ഒരുത്തിനെ തോളിലേറ്റ് നടന്നിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല. അതിൻ്റെ കലിപ്പിന് ഷാഫിയെയും രാഹുലിനെയും തെറി വിളിച്ച് രസിച്ച് നടക്കുകയാണിപ്പോഴും. മറ്റൊരു മുറ്റിയ നേതാവായ കൃഷ്ണദാസിനോട് ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, അയ്യയ്യോ എന്തൊരു ജീർണത. കോൺഗ്രസിൻ്റെ ജീർണതയെപ്പറ്റി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ആശാൻ അങ്ങ് നടക്കുകയാണ്. ഓരോരുത്തർക്കും കഴിവും പ്രാപ്തിയും ഉള്ളിടത്തേക്കാണ് സുരേഷ് ബാബു ആണുങ്ങൾ പെണ്ണുങ്ങളെ വിളിക്കുക. സൗകര്യമുള്ളവർ പോയാൽ മതി. ഷാഫി ബാംഗ്ലൂർക്കാണ് വിളിച്ചതെന്നാണ് താങ്കൾ പറയുന്നത്. നമ്മുടെ കിഫ്ബിയിലെ ഐസക് അച്ചായൻ സ്വപ്നയെ വിളിച്ചത് മൂന്നാറിലേക്കാണ് സഖാവേ. കടകംപള്ളി സുരേന്ദ്രൻ വിളിച്ചത് വീട്ടിലേക്കാണ് സഖാവേ, മഴക്കോട്ടിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്. കോട്ടമുറിക്കൽ സഖാവ് വിളിച്ചത് കട്ടിലിലേക്കാണ്. മുകേഷും ഗണേഷുമൊക്കെ എങ്ങോട്ടൊക്കെ ചെല്ലാൻ വിളിച്ചു എന്ന കഥകൾ പരാതിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലൊരു DYFIക്കാരനെ ഭർത്താവായ CPMകാരൻ വീട്ടിലേക്ക് വിളിച്ചത് എന്തിനാണെന്ന് അറിഞ്ഞോ സഖാവേ? സകല നാറക്കോഴികളെയും ഒറ്റക്കുട്ടയിൽ ചുമന്നിട്ടാണ്
പാർട്ടിയും അതിൻ്റെ മുതുചൊറിയൻ വിപ്ലവകാരികളും കൂടി മറ്റുള്ളവൻ്റെ കിടക്കപ്പായ തപ്പാൻ നടക്കുന്നത്. ഓസ്ട്രേലിയൻ കവിയായ സ്വിൻബെനിനെ കാർലൈൻ വിളിച്ചത് ഓടയിൽ കിടന്ന് വിസർജിക്കുന്നവൻ എന്നാണ്. ഇങ്ങനെ ഇക്കിളിക്കഥകളുടെ ഓടയിൽ കിടന്ന് വിസർജിക്കുന്നവരായി മാറി CPM-ൻ്റെ നേതാക്കളെല്ലാം. കേരളത്തിലെ വിപ്ലവ മക്കളുടെ ലോകമാതാവായ ശൈലജയെ വടകരയിൽ തൂത്തുവാരി അടുപ്പിൻകരയിൽ വെച്ചതിൻ്റെ കലി സഖാക്കൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പെണ്ണുപിടിയിൽ പാർട്ടി നടപടിയെടുത്ത് തരം താഴ്ത്തിയവനെ ഉടലോടെ പൊക്കിക്കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി തൻ്റെ ഇടതുവശത്തിരുത്തിയ മുഖ്യന് യാതൊരു നാറ്റവും അടിക്കുന്നില്ലേ സഖാക്കളെ? കൃഷ്ണദാസിനും സുരേഷ് ബാബുവിനും ഇതിൽ യാതൊരു ജീർണതയും തോന്നുന്നുമില്ല. രാഹുലിനെ കോൺഗ്രസ്സുകാർ അപ്പാടെ കൈയൊഴിയുമെന്നും അയാളെ തങ്ങൾക്ക് തെരുവിലിട്ട് അള്ളിപ്പറിക്കാമെന്നും കരുതി നഖവും മിനുക്കി വരുന്ന കഴുതപ്പുലികൾ വിരലുകൾ വെറും നിലത്തിട്ടുരച്ച് മൂർച്ച കളയുകയാണ് ഇപ്പോൾ.